എന്ത് സാധനം? ആ കുഞ്ഞു ചെല്ലി അമ്മടെ ഇരിപ്പിട്ടിട്ട് പോ. പപ്പടെ ഇരിപ്പിടെന്നാ. എന്ത് സാധനോടാ? നേരത്തെ പറഞ്ഞ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ആര് പറഞ്ഞ സാധനം? എന്ത് സാധനം? ബാഗാ? ബാഗാണോ ഞാൻ പറഞ്ഞത്? ക്ലാസ് വിട്ടിട്ടുണ്ടായിരുന്ന? സ്കൂൾ വിട്ടിട്ടുണ്ടായിരുന്ന? ആ ബാഗൊക്കെ മാറ്. ബാഗല്ല, സോറി, യൂണിഫോം ഒക്കെ മാറ്. ചേട്ടാ 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 ഞാൻ ക്ലാസ്സും കഴിഞ്ഞ് ടയർഡായിട്ട് പിള്ളേരൊക്കെ വന്നിരിക്കുകയാണ്. ലൈറ്റൊക്കെ ഇടൂ. ഷൂ എന്തായിരുന്നു ഇന്നത്തെ ക്ലാസ്സിലത്തെ? എല്ലാ ദിവസവും ഇത് തന്നെയാണല്ലോ പറയുന്നത്. എന്നാലും പറ, വേറൊന്നും ഉണ്ടായില്ലെന്നാ? എന്താണ് ഇത്രക്ക് നാണം നോക്കിയേ? ആദ്യമായിട്ട് വീട്ടിലേക്കണ പോലെയാണ്. എന്തായി? കൊള്ളായിരുന്നു. പിന്നെ കൊള്ളൂലെന്ന് പറയില്ലല്ലോ. അല്ല, പുതിയ മിസ്സും പഴയ കൂട്ടുകാരും. ആര്? ചായക്ക് ഞാൻ വെള്ളം വെച്ചേക്കണേ ഉള്ളൂ. ഒന്ന് തിളക്കട്ടെ. ഒന്ന് അതിനുള്ള സാവകാശം തരോ? ഇല്ലേ? ശരി എന്നാ. വണ്ടിയുടെ ഒരു കവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേക്കും മോക്ക് ഇത് ഞാൻ തുറക്കട്ടെ പിന്നെ ഞാൻ വിചാരിച്ചു തുറക്കട്ടെ. ഓപ്പൺ ചെയ്യും. ഇതെന്തോന്നാണിത്? എന്ത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി? വേറൊന്നും ഇല്ലേ? കത്രികയിൽ ഗൈസ് ഇത് നോക്കിയേ. ഗൈസ് ഒന്ന് കാണിച്ചു കൊടുത്തേ. കത്രിക കൂടി ഇല്ലാത്ത കുടുംബം ഇത്. ഈശ്വര, അതെങ്ങനെയൊന്ന് ഒന്ന് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുത്തേ. കത്രിക ഇല്ലെങ്കിലും നെയിൽ കട്ടർ കൊണ്ട് നമുക്ക് മുറിക്കാം. അയ്യോ, അത് കീറിപ്പറിച്ച് പപ്പ ചമ്മി. കളർ തന്നെയാണ് ഉദ്ദേശിച്ചത്? താങ്കൾ ഈ കളർ തന്നെയാണോ ഉദ്ദേശിച്ചത്? ഒന്ന് തുറക്ക്. അപ്പോ കവർ കിട്ടിയിരിക്കുകയാണ്. കളർ കൊള്ളാം. സിൽവർ കളറാ. കളർ മാത്രം നല്ല വെള്ളം സ്റ്റിച്ചിങ് ആണല്ലോ. വെള്ളം അയ്യോ, ഇത് വെള്ളം കേറൂലേ? പറ്റിക്കലുണ്ടോ? അച്ചോ, ബൈക്കിലിടാൻ വേണ്ടി വാങ്ങിച്ച കവറെല്ലാം കയറി പോയി. ഏതിന്ന് എടുത്താ? നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാ. നോക്കി, ഞാൻ ആ പടം കണ്ട് നോക്കി വാങ്ങിച്ച സാധനമാണ്. പക്ഷെ ഒരു ഗുണവുമില്ല. പക്ഷെ കാണാൻ കൊള്ളാം. സിൽവർ കളറ്, ഉള്ളില് ബ്ലാക്കാ. ബ്ലാക്ക് തിരിച്ചു മറിച്ചിടാം. സ്റ്റിച്ച് ചെയ്തേക്കണ സ്റ്റിച്ചിങ് ആണ്. ഇതിലൂടെയൊക്കെ വെള്ളം കയറുമെന്ന് തോന്നും. അയ്യോ, പിന്നെ എന്ത് ചെയ്യും അപ്പൊ? റിട്ടേൺ ഉണ്ടോ? റിട്ടേൺ ചെയ്യില്ല. റിട്ടേൺ കൊടുത്തതാണ് അവന് ചെയ്യില്ല. പറ്റിക്കലായി മാറി. അയ്യേ, അപ്പൊ നേരത്തെ നമ്മ ഇതിനു മുമ്പ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. വണ്ടിക്ക് പറ്റുവാണോ എന്നിട്ട് നോക്കിയാൽ വണ്ടിക്ക് അല്ല സോണി, അപ്പൊ മിററിന്റെ എത്തോ? അല്ല, ഇത് എന്തിനാണെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പൊ എടുത്തപ്പോഴേക്കും? ഇത് കുഞ്ഞാ സോണി? വലിച്ചങ്ങോട്ട് എത്തിക്ക്. ഫുള്ളും കയറില്ലേ? അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ലാത്ത പോലെ ഇപ്പോ.
ഒരു കാര്യം ചെയ്യ്, മഴയ്ക്കല്ലേ നീ പുതച്ചോ. ഇല്ലേ ഒക്കണില്ലേ, കുഴപ്പമില്ല, ഇനി അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല സോണി ഇതെന്തൊന്നും ഇല്ലല്ലോ, പക്ഷെ മറ്റേതായിരുന്നു നല്ലത് കേട്ടാ. നോക്ക് ഗൈസ്, കണ്ട കവർ നോക്കി, നമ്മള് പടത്തില് കണ്ട് നോക്കി കഴിഞ്ഞ് വാങ്ങിക്കണ പോലെ എല്ലാ സാധനം കയ്യിൽ കിട്ടി. അല്ലടാ അന്ന് വാങ്ങിച്ച പോലത്തെ തുണിയുടെ പോലത്തെ മതിയായിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ. അത് വെള്ളം കയറാൻ ഇത് പൊട്ടും കേറൂലല്ലോ വെള്ളം. നീളം ഇല്ല, ചെറുത് നീളവും ഇല്ല. ഇതിപ്പോ എനിക്ക് തോന്നുന്നു വെള്ളം അവരെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച് പിന്നെയും പണി കുറച്ച് വെട്ടം കുറവാട്ടാ, മഴക്കാര് പിന്നെയും അതിവിദഗ്ധമായിട്ട് അവര് ഞങ്ങളെ പറ്റിച്ചിരിക്കുകയാണ് ഗൈസ്. പക്ഷെ അന്നത്തെ പക്ഷെ അങ്ങനെയല്ലായിരുന്നു, അന്ന് പറ്റിച്ചിട്ടുണ്ടായിരുന്നില്ല. ബുള്ളറ്റിന്റെ കവർ വെച്ചിട്ട് ബൈക്കിന്റെ കവർ തന്നേക്കണം. അല്ല ഇതിപ്പോ ഒന്നും ഇല്ല. സാധാരണ ഇങ്ങനെ കുറച്ച് പൊങ്ങിയെങ്കിലും ഇരിക്കണ ഒരു ഇതുണ്ടായിരുന്നില്ലേ, അതൊന്നും നോക്കിയില്ലായിരുന്നു. അപ്പൊ ഇതിപ്പോ വലിഞ്ഞ അവിടെ കീറിപ്പോവും. ഇനിയിപ്പോ ഈ മഴ വരെ ഉണ്ടാവോ അപ്പൊ ഇനി എന്താ ഫുള്ളും കാണിക്കണ്ടേ? ചായ എടുക്ക, ഇത് ഫുള്ളും കാണിക്കട്ടെ. മാറി അവിടുന്ന്, നിന്നോടല്ല കുഞ്ഞിനോട് പറഞ്ഞ എന്ത് ടെൻഷനെ നോക്കി. ഗൈസ് ഇതാണ് നമ്മുടെ ഫുള്ളായിട്ട് കാണിച്ചത്. മാറിയൊന്നു ഫുള്ളൊന്ന് കാണിച്ചു നോക്കട്ടെ. ഇതാണ്, എവിടെയും എത്തിയിട്ടില്ല. ഹലോ ഹായ്, നോക്കൂ എന്താ സാധനം എന്താ കാണിച്ചു തരാം. നല്ല കറുത്തല്ലുവ, നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഇലാസ്റ്റിക് പോലെ ഇരിക്കുന്ന കറുത്തല്ലുവ, പിന്നെ കട്ടൻ ചായ. പിന്നെ ഇത് വാങ്ങിക്കാന്ന് വെച്ചാൽ ടീനക്ക് ഭയങ്കര ഇഷ്ടമാണ് അലുവ. അപ്പൊ ടീന പറഞ്ഞ് അറിയാവോ, അത് വേറെ കളറൊന്നും എനിക്ക് ഇഷ്ടമല്ല. എല്ലാവർക്കും അറിയാമായിരിക്കും, എനിക്ക് കറുപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എനിക്ക് കറുപ്പലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇതേപോലെ തന്നെ സോണിയുടെ എവിടെയോ വർക്കിന് പോയപ്പോഴേക്കും കൊണ്ടുവന്നാ, കോഴിക്കോട് പോയപ്പോഴേക്കും അലുവ വാങ്ങിക്കണമെന്ന് പറയും. കളർ എന്താണെന്ന് അറിയാവോ? റെഡ്, ഇഷ്ടമില്ലാത്ത കളർ. അതെ, മിക്സഡ് വാങ്ങിച്ചിട്ടുണ്ടോ എല്ലാ കളർ. അതായത് കോഴിക്കോട് എന്ന് വെച്ചാൽ അറിയാല്ല, ഹലുവയുടെ മെയിൻ സ്ഥലമായത് കാരണം അവിടുന്ന് ഞാൻ എന്താണ് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. ഞാൻ മറ്റേ മിഠായി തരുവില്ല മറ്റേ അവിടുത്തെ കോഴിക്കോട്, അവിടുത്തെ അലുവയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് ചോദിച്ച് എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് അങ്ങനെ പറഞ്ഞ് പല പല ഫ്ലേവറിലാണ് വാങ്ങിച്ചിട്ടുണ്ടോ. കറുപ്പ് മാത്രം വാങ്ങിച്ചില്ല, ബാക്കിയെല്ലാം വാങ്ങിച്ചിട്ടുണ്ടോന്ന്. അപ്പൊ അതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി കറുപ്പ് വാങ്ങിച്ചിട്ടുണ്ടേക്കണേ. ഓക്കെ അല്ലേ, കണ്ട ഞങ്ങളിവിടെ അലുവ ഉണ്ടാക്കണ അങ്ങനെ അടിയലുവ എന്നൊക്കെ അല്ല, നേരത്തെ ഇപ്പോഴും ഉണ്ട് ഇവിടെ. ഞാൻ അങ്ങ് പോയപ്പോ നല്ല മണം അടിക്കണ്ടേ എവിടെ ഉണ്ടാക്കണില്ല. ഞങ്ങളിവിടെ അലുവ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്, അടുത്ത് തന്നെയാണ്. ബേക്കറിയിലൊക്കെ സപ്ലൈ ചെയ്യണ അവരാണ് ചെയ്യണത്. അപ്പൊ അവിടെ ഞങ്ങള് അടിയലുവ എന്ന് പറയാം. അതായത് താഴെ വന്ന സംഭവമില്ലേ, ഇച്ചിരി ഡ്രൈ ആയിരിക്കും. അത് വലിച്ചു കഴിഞ്ഞാൽ പല്ലില കൊട്ടി പിടിക്കും, അങ്ങനത്തെ ടൈപ്പ്. അതെ, ടേസ്റ്റ് ആണ്. കഴിക്ക്. എടുത്തോ, കഴിച്ചു. കുഞ്ഞുന്തേ അപ്പൊ അലിയും കട്ടൻ ചായ അന്തസ്. മോള് വന്നിട്ടില്ല, മോള് അവിടെ റെഡി ആവണേ.